കൗതുക ലേശം കൂടുതൽ. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക്, അല്ലേ? മുഖം പൊത്തി അടിയാണ് വേണ്ടത്. ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. ആണോ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ. ആര് പറഞ്ഞു? ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു. പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. ഇത് അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ദാരിദ്ര്യം അഭിനയിക്കുക. ആരഭിനയിച്ചു? ഇത്രയും കാലത്തിനടുക്ക് അന്നെ പോലൊരു മോയിന്റിനെ നമ്മൾ കണ്ടില്ലേ? പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, ദാരിദ്ര്യം അഭിനയിച്ച് പ്രിയദർശിനിയിൽ തള്ളിക്കയറുന്നു, അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നു. ഇതാണ് വിക്കും വിവരക്കേട് ഒന്നിച്ചു വന്നുള്ള കുഴപ്പം. കഴുത പറ്റി ഇനിയിപ്പോ എന്ത് ചെയ്യും? കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വയസ്സുള്ള കൂടിയവരെന്നോ ഒന്നുമുള്ള വിവേചനങ്ങളില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ്. ആരുടെ ഔദാര്യമല്ല, എന്റെ ഔദാര്യമല്ല, ഗവൺമെന്റ് ഔദാര്യമല്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണം. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു അത്. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. 5 വർഷം സമയമുണ്ടല്ലോ. എന്താ ഒന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.